ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് നാലാമതായി ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. മൂന്നാമത്തെ മൊഴിക്ക് ശേഷം ഏതാണ്ട് 3 മണിക്കൂർ യേശു നിശബ്ദത പാലിച്ചു. 6 മണി മുതൽ 9 മണി വരെ ഇരുട്ട് വ്യാപിച്ചു. അസാധാരണ അന്ധകാരം. ക്രൂശിതനോട് പ്രകൃതി പ്രതികരിച്ചത് ഈ വിധമായിരുന്നു. ക്രൂശിനു ചുറ്റും നിന്നവരിലും സംഭ്രമം ഉളവാക്കി കാണും, സംശയമില്ല. ദൈവം കൈവിട്ടു എന്ന് തോന്നത്തക്ക ഭീകരാന്തരീക്ഷം. യേശു ആ മൂകത ഭഞ്ജിച്ചുകൊണ്ട് എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഹൃദയം പൊട്ടിപ്പോകുന്ന നിലവിളി. സകലവും കൈവിട്ടു എന്ന ചിന്ത സ്വാഭാവികം. ആരുടെയും കരുതലില്ലല്ലോ എന്ന തോന്നൽ എന്നാണ് ഒരു ചിന്തകൻ ഈ നിലവിളിക്ക് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. ഇമ്മാനുവൽസ് ഓഫൻ ക്രൈ. എല്ലാവരും മാറിപ്പോയാലും പിതാവ് എന്നോടുകൂടി ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല എന്ന് പറഞ്ഞവൻ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിച്ചു പോയി. 4-ാമത്തെ ഈ വചനം ഒട്ടധികം വിമർശനങ്ങളും കുറ്റാരോപണങ്ങളും ഇളക്കിവിട്ടിട്ടുണ്ട്. ഈ വാക്കുകളിൽ ധ്വനിക്കുന്നത് നിരാശ്രയത്വമാണ്. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ മഷിക പ്രവചനങ്ങളിൽ ഒന്നാണിത്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെയും കഷ്ടാനുഭവത്തെയും വ്യക്തമായി വിവരിക്കുന്ന 100-ൽ പരം പ്രവചനങ്ങൾ പഴയ നിയമത്തിലുണ്ട്. അതിലൊന്നാണ് ഇത്. ആദ്യത്തെ 3 മൊഴികൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ പരിഗണിച്ചുള്ളവയായിരുന്നു. അവസാനത്തെ മൊഴികൾ ക്രിസ്തുവിനെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ 7-ൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ഈ വാക്യം ആദിയെയും അന്തത്തെയും തമ്മിൽ യോജിപ്പിക്കുന്നതാണ്. മനുഷ്യവർഗത്തിനു വേണ്ടിയുള്ള ഉദ്ധാരണ പ്രവർത്തനത്തെ പരമോന്നത ഘട്ടത്തിലെത്തി എന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ പ്രഖ്യാപനം. ക്രൂശിലെ 4-ാമത്തെ ഈ മൊഴി സങ്കീർത്തനങ്ങളിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. ക്രൂശിൻ്റെ സങ്കീർത്തനം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് യേശു ക്രൂശിൽ കിടന്ന് ധ്യാനിച്ചു എന്ന് കരുതാവുന്നതാണ്. ക്രൂശിലെ വേദനയിൽ യേശുവിന് ആശ്വാസം പകർന്നത് ദൈവവചനമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രകൃതിക്കുണ്ടായ മാറ്റം വാക്യം ഒന്നുകൂടെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. 3 മണി മുതൽ 6 മണി വരെ, അതായത് ഇന്നത്തെ 9 മണി മുതൽ ഉച്ചയുടെ 12 മണി വരെ സൂര്യൻ പ്രകാശിച്ചു വന്നു. എന്നാൽ പെട്ടെന്ന് ദേശത്തെങ്ങും ഇരുട്ട് വ്യാപിച്ചു. 6 മണി മുതൽ 9 മണി വരെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 12 മണി മുതൽ 3 മണി വരെ ദേശത്തെയും ഇരുട്ട് വ്യാപിച്ചു. ചിലർ ഇത് ഒരു സൂര്യഗ്രഹണമായി വ്യാഖ്യാനിക്കുന്നു. എന്നാൽ പത്രോസിൻ്റെ സുവിശേഷം ഇപ്രകാരം പറയുന്നു, അതൊരു മധ്യാഹ്നമായിരുന്നു. യഹൂദ്യ ദേശം എന്നും ഇരുട്ടുണ്ടായി. രാത്രി ആഗതമായി എന്ന് വിചാരിച്ചു. പലരും വിളക്കും കൊണ്ട് സഞ്ചരിക്കാൻ തുടങ്ങുകയും തപ്പിത്തടഞ്ഞ് വീഴുകയും ചെയ്തു എന്ന് രേഖപ്പെടുത്തുന്നു. ചരിത്ര ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്ന പാപത്തിൻ്റെ ഭയങ്കരത. പാപത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ നാം ചെയ്തു പോകുന്ന ചില തെറ്റുകൾ എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ പാപം അവയെ ഞാൻ ആഴത്തിലുള്ളവയെന്ന് ഉള്ളതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ വെച്ച് ആദി മാതാപിതാക്കളായ ആദാമും ഹവ്വയും ദൈവകൽപ്പന ലംഘിച്ചു. ഇവിടെ തുടങ്ങുന്നു മാനവജാതിയുടെ പാപം. സർപ്പത്തിൻ്റെ വേഷത്തിൽ പ്രവേശിച്ച സാത്താനോട് മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പിനായി ദൈവം ഇപ്രകാരം പ്രസ്താവിക്കുന്നു, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കുള്ള അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. ഇവിടെ അവൻ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവാണ്. സ്ത്രീയുടെ സന്തതി, സ്ത്രീയിൽ നിന്ന് ജനിച്ച് ജഡം ധരിച്ച് ഈ ലോകത്തിൽ വന്ന് ജീവിച്ച ദൈവപുത്രനായ ക്രിസ്തുവാണ്. ഈ പ്രസ്താവനയ്ക്ക് പ്രഥമ സുവിശേഷം എന്നാണ് പറയുന്നത്. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി ദൈവം തിരഞ്ഞെടുത്ത പദ്ധതി ഇതായിരുന്നു. ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ മനുഷ്യൻ്റെ പാപത്തിന് ശിക്ഷ ഏറ്റെടുക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. പാപത്തെ കണ്ടുകൂടാതെ വണ്ണം പരിശുദ്ധനായ ദൈവം ആ സമയത്ത് തൻ്റെ മുഖം തിരിച്ചു കളഞ്ഞു. തന്മൂലമാണ് എൻ്റെ ദൈവമേ എന്ന് നിലവിളിച്ചത്. വിശ്വാസത്തിൻ്റെ ദൃഢപ്രതിജ്ഞ. ലോകത്തിൽ മറ്റെങ്ങും കാണാത്ത ഉറച്ച വിശ്വാസത്തിൻ്റെ ഒരു ഉദ്ഘോഷണമാണിത്. ക്രൂശിൻ്റെ മധ്യത്തിലും തിരുവചനം ഉരുവിടുകയും
ധ്യാനിക്കുകയും ചെയ്തതായി കാണുവാൻ കഴിയും. ദാവീദ്, യോന, ഇയ്യോബ് അപ്രതീക്ഷിതമായ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ ക്രിസ്തുവിലേക്ക് വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജീവിത ക്ലേശങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി സംശയിക്കുന്നത് മാനുഷികമാണ്. അചഞ്ചലമായ ദൈവസ്നേഹം നമുക്ക് കാണുവാൻ കഴിയണം. ക്രൂശിലെ ഈ ഒരു സ്നേഹത്തെ നമുക്ക് മഹാസ്നേഹമെന്നും പരിജ്ഞാനത്താൽ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹമെന്നും പറയാം. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ തനിക്ക് നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നാം പാപികളും ദോഷികളുമായിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹമാണ് ക്രൂശിൽ വെളിപ്പെട്ടത്. യേശുവിൻ്റെ മരണം അചഞ്ചലമായ ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണെന്ന് തർക്കമില്ല. പാപത്തിൻ്റെ ഭയങ്കരതയെ തിരിച്ചറിഞ്ഞ് ജീവിപ്പാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും ജീവിതത്തിലെ കഷ്ടതകളുടെ ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധി ഘട്ടങ്ങളുടെ മധ്യത്തിലും വിശ്വാസത്തെ സംശയിക്കാതെയും ക്രൂശിലെ ആ മഹാസ്നേഹത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പുതു സൃഷ്ടികളായി മാറാം. ക്രിസ്തുവിൻ്റെ ക്രൂശ് വാഹകരായി തീരാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.